പൊന്നുമക്കളെ, ഈ വർഷത്തെ SSLCയുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലൂടെ നമുക്ക് നോക്കാം. അതിൻ്റെ പാർട്ട് 1 ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നത് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ ഹ്യൂമനിസം അഥവാ മാനവികത എന്നതാണ്. നെക്സ്റ്റ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററാണ്. അടുത്തത് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക ശാസ്ത്ര സങ്കല്പത്തിലൂടെ സാമൂഹിക വിശകലനം എന്നുള്ളതാണ് മൂന്നാമത്തെ ചാപ്റ്റർ. വെൽത്ത് ആൻഡ് ദ വേൾഡ്, അതായത് സമ്പത്തും ലോകവും എന്നുള്ളതാണ് 4th ചാപ്റ്റർ. പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിൽ പൊതുജനാഭിപ്രായത്തിൻ്റെ പങ്ക് എന്നുള്ളതാണ് 5th ചാപ്റ്റർ. ഇതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമനിസം അഥവാ മാനവികത എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ പ്രമുഖ ശാസ്ത്ര ചിന്തകനായിട്ടുള്ള റോജർ ബേക്കൻ്റെ വാക്കുകൾ കൊടുക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ടു നെഗ്ലക്ട് നോളജ് ഈസ് ടു നെഗ്ലക്ട് വെർച്യൂ. ദ നെഗ്ലക്ട് ലൈറ്റൻഡ് ബൈ ദ ഫ്ലെയിം ഓഫ് ഗുഡ്നെസ് കനോട്ട് ഹെൽപ്പ് ബട്ട് ലവ് ഇറ്റ്. ലവ് ഈസ് ഓൺലി ബോൺ ഓഫ് നോളജ്. റീസൺ ഈസ് ദ ഗൈഡ് ഓഫ് എ റൈറ്റ് വിൽ. ഇറ്റ് ഈസ് റീസൺ വിച്ച് ലീഡ്സ് അസ് ടു സൽവേഷൻ. എന്തതിൻ്റെ അർത്ഥം? അറിവിൻ്റെ അവഗണന എന്ന് പറഞ്ഞാൽ നന്മയുടെ അവഗണന തന്നെയാണ്. നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാകട്ടെ ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. അതായത് നന്മയുടെ ജ്വാലയാൽ പ്രകാശിതമാകട്ടെ ബുദ്ധിക്ക് ആ ജ്വാലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല. സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ്. യുക്തിചിന്ത ശരിയായ ഇച്ഛയുടെ മാർഗദർശിയാണ്. നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തിചിന്ത തന്നെയാണ്. ഈ ഒരു വാക്കുകളിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത്? അതായത് പഴയ കാലഘട്ടത്തിൽ യൂറോപ്പിലെ ഭരണാധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് അക്കാലത്തുണ്ടായിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും റോജർ ബേക്കനെ പോലുള്ള ശാസ്ത്രീയ ചിന്തകന്മാർ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ജനങ്ങളിലേക്ക് ഇത്തരം ചിന്തകളെ എത്തിക്കുന്നതിന് വേണ്ടി അവരെഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ എഴുത്തുകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. There are the words of Roger Bacon, a scientific philosopher who lived in England in 13th century. Here he is referring to the importance of rationalism, knowledge and love. During his time, the rulers of Europe had denied rationalism. Thinkers like Roger Bacon questioned the existing feudalistic power system and its ideas and concepts. As a result, many of those thinkers were subjected to cruel persecution and imprisonment. ഇവിടെ എന്താ പറഞ്ഞത്? There are the words of Roger Bacon, a scientific philosopher who lived in England in 13th century. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകനാണ് ആര്? റോജർ ബേക്കൺ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഹിയർ ഹി ഈസ് റെഫറിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് റാഷണാലിസം, നോളജ് ആൻഡ് ലവ്. യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വാക്കുകളിൽ പറയുന്നത്. ഡ്യൂറിങ് ഹിസ് ടൈം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ് ഹാഡ് ഡിനൈഡ് റാഷണാലിസം. യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയെ ശക്തമായിട്ട് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കേഴ്സ് ലൈക്ക് റോജർ ബേക്കൺ ക്വസ്റ്റ്യൻ ദ എക്സിസ്റ്റിംഗ് ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ്. റോജർ ബേക്കനെ പോലുള്ള ചിന്തകർ നിലവിലുള്ള ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? മെനി ഓഫ് ദോസ് തിങ്കേഴ്സ് വെർ സബ്ജക്റ്റഡ് ടു ക്രൂവൽ പെർസിക്യൂഷൻ ആൻഡ് ഇംപ്രിസൺമെൻറ്റ്. അതിൻ്റെ ഫലമായിട്ട് അവർ പലരും അധികാരികളുടെ ക്രൂരമായിട്ടുള്ള പീഡനത്തിനും ജയിൽവാസത്തിനും ഒക്കെ അവർ വിധേയരായി. സം ഓഫ് ദം ഈവൻ ലോസ് ദർ ലൈവ്സ്. എന്നാൽ പിൽക്കാലത്ത് ആ സ്ഥിതിഗതികളൊക്കെ മാറാൻ തുടങ്ങി. ഇവരനുഭവിച്ച ത്യാഗത്തിൻ്റെയൊക്കെ റിസൾട്ട് യൂറോപ്പ് അനുഭവിക്കാൻ തുടങ്ങി.
അപ്പം നമ്മളിവിടെ യുക്തിചിന്ത എന്നിങ്ങനെ പറഞ്ഞു. എന്താ യുക്തിചിന്ത അല്ലെങ്കിൽ റാഷണാലിസം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു കാര്യം നമ്മൾ കേട്ടാൽ അതിൻ്റെ കാര്യകാരണങ്ങളെ മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനാണ് യുക്തിചിന്ത എന്ന് പറയുക. പഴയ കാലത്ത് നമ്മൾ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ കേട്ടാൽ അപ്പാടെ അത് വിശ്വസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ അത് ശരിയോ തെറ്റോ എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ചിന്തിക്കാനുള്ള കഴിവാണ് എന്ത് യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങളെ അല്ലെങ്കിൽ യൂറോപ്പിലെ അധികാരികൾ കാണിക്കുന്ന അധികാര ദുർവിനിയോഗങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനുള്ള പ്രാപ്തി ആർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്? അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എന്ത് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ. റോജർ ബേക്കറും അദ്ദേഹത്തിൻ്റെ ഡയഗ്രാംസുമാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. From 14th century onwards, a series of change took place in the social, economic and political spheres of Europe. 14-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. Along with the influence of Greco-Roman cultures of ancient Europe, a tendency to move away from the ideas that existed in the medieval times also gained strength. പ്രാചീന യൂറോപ്പിലെ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ സ്വാധീനത്തോടൊപ്പം തന്നെ മധ്യകാലത്ത് നിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും മാറിപ്പോകാനുള്ള ഒരു പ്രവണത യൂറോപ്പിൽ വളർന്നു വരാൻ തുടങ്ങി. അതായത് ഫ്യൂഡലിസത്തിൽ അധിഷ്ഠിതമായ അധികാരവർഗത്തിൻ്റെ ചൂഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ രീതിയിൽ നിന്ന് ഒരു മാറ്റം യൂറോപ്പ് അനുഭവിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നോക്കാം. ലെറ്റ് us examine the characteristic features of these changes. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നത്. ഫസ്റ്റ് വൺ, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ്. അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാട് വളർന്നു വന്നു. എന്താ അങ്ങനെ പറഞ്ഞാൽ, അതിനു മുമ്പ് പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഭരണരീതികൾക്കനുസൃതമായിട്ടുള്ള അതായത് എഴുത്തുകളും എല്ലാം തന്നെ ആ രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനോ അതിന് സൊല്യൂഷൻ കാണാനോ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് മാറി റോജർ ബേക്കണെ പോലുള്ള ശാസ്ത്രീയ തത്വചിന്തകന്മാരുടെ വരവോടുകൂടി മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വളർന്നു വരാൻ തുടങ്ങി. അതായത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ, അതായത് എല്ലാവരും സമന്മാരാണ്, എല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെയും ആവശ്യങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും യുക്തിചിന്തയിൽ അധിഷ്ഠിതമായുള്ള ഒരു സമീപനം വളർന്നു വരാൻ തുടങ്ങി. നെക്സ്റ്റ് എന്താ വരുന്നത്? ഗ്രോത്ത് ഓഫ് urban ലൈഫ്, നഗര ജീവിതത്തിൻ്റെ വളർച്ച. അതായത് ഗ്രാമീണ മേഖലയിൽ നിന്നും മാറി ഒരു കൂട്ടം ആളുകൾ ഒരു നഗരാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് വളർന്നു വന്നു. പ്രോഗ്രസ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ പുരോഗതി ഉണ്ടായി. റൈസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്സ്, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച സംഭവിച്ചു. ജനങ്ങൾ കൂടി, രാഷ്ട്രങ്ങൾ വളർന്നു വന്നു, ദേശരാഷ്ട്രങ്ങൾ വളർന്നു വന്നു. ദെൻ ഇൻഡിവിജ്വൽ ലിബർട്ടി, ഇവിടെ അധികാരിയും ഭരിക്കപ്പെടുന്നവരെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ട് ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. ദെൻ റാഷണാലിസം, യുക്തിചിന്ത, അതായത് കാര്യകാരണങ്ങളെ മനസ്സിലാക്കാനുള്ള ആ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ബോധം ജനങ്ങളിലുണ്ടായി. സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങളുടെ വ്യാപനമുണ്ടായി. അതായത് എല്ലാ മതക്കാർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം വളർന്നു വരാൻ തുടങ്ങി. നെക്സ്റ്റ്, മോണിറ്ററി എക്കണോമി, പണാധിഷ്ഠിത സമ്പദ്ഘടന. അതായത് സമ്പദ്ഘടനയിൽ പണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, അതായത് എല്ലാവരുടെ കൈകളിലേക്കും പണം എത്തിക്കുന്ന തരത്തിലുള്ള ഒരു സമ്പദ്ഘടന വളർന്നു വന്നു. ഇമ്പോർട്ടൻസ് ഗെയിൻഡ് ബൈ റീജിയണൽ ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം ലഭിച്ചു. ഈ ഒരു ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് ആണ്. കാരണം അതുവരെ ഉന്നതൻ്റെ ഭാഷയിൽ മാത്രം രചനകൾ നടന്നിരുന്ന ആ രീതി മാറിയിട്ട് സാധാരണക്കാർ ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷകളിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ മലയാള ഭാഷയിലൊരു ലേഖനമോ ഒരു പ്രസിദ്ധീകരണം എഴുതിയാൽ അത് വായിക്കുന്ന അത്ര തന്നെ ആളുകൾ ഇംഗ്ലീഷ് ലേഖനം വായിച്ചോളുന്നില്ല. കാരണം എല്ലാവർക്കും പറ്റുന്ന ലാംഗ്വേജ് ഇതാണ്, മലയാളമാണ്.
അല്ലേ? അതുപോലെ ആ ആ നാട്ടിലെ പ്രാദേശിക ഭാഷകളിൽ രചനകൾ വരാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രാദേശിക ഭാഷകളിലെ എഴുത്തുകൾ വരുമ്പോൾ അതിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് സാധാരണക്കാരന് മനസ്സിലാകാനും അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ അവകാശം എന്താണെന്നൊക്കെ ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും അവർക്ക് നേടാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ദ റിലംസ് ഓഫ് ആർട്ട് ആൻഡ് സയൻസ്. കലാശാസ്ത്ര രംഗങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചു. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും? അവരിൽ വരുന്ന അറിവുകൾ, അതായത് അവർ നേടിയ അറിവുകൾ കലകളിലൂടെയും ശാസ്ത്ര മേഖലകളിലൂടെയും ഒക്കെ അത് പ്രചരിപ്പിക്കാനുള്ള ഒരു അവബോധം സാധാരണക്കാരിലും മൊത്തം ജനങ്ങളിലും വളർന്നു വന്നു. These changes were particularly evident in Italy, which was the part of ancient Roman civilization. ഈ ഒരു ചേഞ്ചസ് എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പ്രകടമായത് എവിടെയാണ്? ഇറ്റലിയിലാണ്. അതായത് പ്രാചീന റോമൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശമായിരുന്ന ഇറ്റലിയിലാണ് ഈ ഒരു ചേഞ്ചസ് പ്രകടമായത്. ഹിസ്റ്റോറിയൻസ് ടേംസ് ദിസ് ചേഞ്ചസ് റിനൈസൻസ്. ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരന്മാർ റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. The Renaissance is considered as a period of transformation from the medieval feudalism to the modern age. മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായിട്ട് നവോത്ഥാന കാലഘട്ടത്തെ ചരിത്രകാരന്മാർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ തന്നെ നവോത്ഥാനം ഉണ്ടായത്? ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതായത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പോൾ ഈ ഒരു പ്രദേശത്തിനുണ്ടായിരുന്ന തത്വചിന്തകര്, എഴുത്തുകാര് എല്ലാം തന്നെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള ഇറ്റലിയിലേക്കാണ് അവർ കുടിയേറി പാർത്തത്. അപ്പോൾ ഈ ഇറ്റലിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള മതം ഏതാണോ ആ മതത്തിൽ അധിഷ്ഠിതമായ രചനകളും അവിടെയുള്ള ഭരണാധികാരികളെ പ്രശംസിച്ചുകൊണ്ടുള്ള രചനകളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ഭാഷകളിൽ ഈ ഇറ്റലിയിലേക്ക് വന്ന ഈ എഴുത്തുകാരെല്ലാം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ ഭാഷയിൽ എഴുതാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള സാധാരണക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ത്? അവർ യഥാർത്ഥത്തിൽ അവരിങ്ങനെ ജീവിക്കേണ്ടവരല്ല എന്നും അവർക്ക് കുറേ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് എന്നും അവർക്ക് മനസ്സിലായി. ഇത്തരത്തിൽ അവരിലുണ്ടായിട്ടുള്ള ഒരു മാറ്റത്തെ, ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് എന്ത് പറയുക? റെനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന് പറഞ്ഞത്. ഈ നവോത്ഥാനത്തിൻ്റെ ഫലമായിട്ട് പല മേഖലകളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കലയുടെ, സംസ്കാരത്തിൻ്റെ, വാസ്തുശില്പത്തിൻ്റെ, അതുപോലെ അവരുടെ ശാസ്ത്രീയ മേഖലയിൽ, അവരുടെ ചിന്താഗതിയിൽ മൊത്തത്തിലുള്ള മാറ്റം. ഇതാണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു ഭാഗം പറയുമ്പോൾ നമുക്ക് ഗ്രീക്കോ റോമൻ സിവിലൈസേഷനെ കുറിച്ച് പറയാനുണ്ട്. The two important civilizations that existed in the ancient Europe were Greek and Roman civilization. Ancient യൂറോപ്പിൽ നിലനിന്ന പ്രധാനപ്പെട്ട രണ്ട് സിവിലൈസേഷനാണ് ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. There are known as classical civilizations. ഇതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്ലാസിക്കൽ സിവിലൈസേഷൻസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. The Greek civilization was born from 12th to 4th century BC. The Roman civilization was from 7th century BC to 5th century CE. 12ാം നൂറ്റാണ്ട് മുതൽ 4ാം നൂറ്റാണ്ട് വരെയാണ് ഗ്രീക്ക് സിവിലൈസേഷൻ ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്? റോമൻ സിവിലൈസേഷൻ. അതായത് 7ാം നൂറ്റാണ്ട് BC റോമൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെവിടെ വരെ എത്തുന്നു? 5ാം നൂറ്റാണ്ട് CE വരെ എത്തുന്നുണ്ട്. അതായത് റോമൻ സിവിലൈസേഷൻ്റെ കാലം കഴിഞ്ഞ് വീണ്ടും 8-9 വർഷക്കാലം നിലനിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ റിനൈസൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ദ വേർഡ് റിനൈസൻസ് മീൻസ് റീബർത്ത്. ഇറ്റ് ഡിനോട്ട്സ് ദ റിവൈവൽ ഓഫ് ആൻഷ്യൻ ഗ്രീക്കോ റോമൻ കൾച്ചർ വിച്ച് ബിഗാൻ അറൗണ്ട് ദ 14th century. റിനൈസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നവോത്ഥാനം എന്നാണ്. അതായത് ഒരു പുനർജനി, രണ്ടാമതും ജനിക്കുക. ഇപ്പോൾ 14ാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റത്തെയാണ് പുനർജനി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു
ശാസ്ത്ര സാങ്കേതിക സാംസ്കാരിക മേഖലകളിൽ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള മാറ്റത്തെ നവോത്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. വൈ റിനൈസൻസ് ഇൻ ഇറ്റലി? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ തന്നെ നവോത്ഥാനം ഉണ്ടായത്. ഇതിൽ നമുക്കൊരു ഭൂപടം കാണിക്കുന്നുണ്ട് അല്ലേ. ഈ ഭൂപടത്തിൽ ഇറ്റലിയിലെ നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു, മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന ഇറ്റലിയിലെ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് വെനീസ്, മിലാന്, പാർമ, ബൊളഗോണ ഇങ്ങനെയുള്ള നഗരങ്ങളെയൊക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സിറ്റീസ് ഇൻ ഇറ്റലി വർ ഡിഫറെൻറ്റ് ഫ്രം ദ റെസ്റ്റ് ഇൻ യൂറോപ്പ്. അതായത് യൂറോപ്പിലെ നഗരങ്ങളിൽ നിന്നും ഇറ്റലിയിലെ നഗരങ്ങൾ എന്തുകൊണ്ടാണ് വ്യത്യാസപ്പെട്ടത്, എന്തുകൊണ്ടാണ് റിനൈസൻസ് ഇറ്റലിയിൽ തന്നെ ആരംഭിച്ചത്? ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. എന്താ പ്രത്യേകത? കൂടുതൽ സ്വതന്ത്രമായതും ഇൻഡിപെൻഡൻ്റ് ആയതും സമ്പന്നവും ഊർജ്ജസ്വലവുമായിട്ടുള്ള നഗരങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഇറ്റലിയിൽ ഉണ്ടായിരുന്നത്. ട്രേഡേഴ്സ് ഇൻ ദിസ് സിറ്റീസ് വർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അപ്പോൾ ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. Some of them had expertise in technical matters of trade such as bookkeeping. അതായത് ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും ആരിലുണ്ടായിരുന്നു? ഈ ട്രേഡേഴ്സിൽ ഉണ്ടായിരുന്നു. Many of them had become extremely wealthy through trade. അവരിൽ നിരവധി ആൾക്കാർ വ്യാപാരത്തിലൂടെ വളരെ സമ്പന്നരായിട്ട് മാറി. ഇതെല്ലാം തന്നെ ആ ഒരു സിറ്റീൻ്റെ, അതായത് ഇറ്റലിയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓൺ എ ഡെയിലി ബേസിസ് ഇസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. ഒരു സ്ഥാപനത്തിൻ്റെ വരവും ചെലവും ദൈനംദിന അടിസ്ഥാനത്തിൽ ക്രമമായിട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക. ബുക്ക് കീപ്പിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് അക്കാലഘട്ടത്തിൽ തന്നെ എവിടെ ഉണ്ടായിരുന്നു? ഇറ്റലിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ തന്നെ റിനൈസൻസ് നടക്കാൻ കാരണം? ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. എന്താണ് റിനൈസൻസ് എന്ന് ചോദിക്കാറുണ്ട്. റിനൈസൻസ് എന്തുകൊണ്ട് ഇറ്റലിയിൽ തന്നെ ആരംഭിച്ചു? അപ്പോൾ എന്താ അതിൻ്റെ ആൻസർ പറയുക? ദേ വർ മോർ ഇൻഡിപെൻഡൻറ്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. അതായത് കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായുള്ള ഒരു നഗരമായിരുന്നു ഏത്? ഇറ്റലി. ട്രേഡേഴ്സ് ഇൻ ദിസ് സിറ്റീസ് വർ വെൽ അവെയർ അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അതായത് ഇവിടെയുള്ള വ്യാപാരികൾക്ക് ബാങ്കിങ്ങിനെ കുറിച്ചും ഇൻഷുറൻസിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് ആസ് ബുക്ക് കീപ്പിംഗ്. അതായത് ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരായിരുന്നു അവർ. Many of them had become extremely wealthy through trade. മാത്രമല്ല അവരിൽ ചില ആൾക്കാർക്ക് വാണിജ്യത്തിലൂടെ വളരെയധികം സമ്പത്ത് കരസ്ഥമാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നവോത്ഥാനം ഉണ്ടാവാൻ എളുപ്പമാണ്. The commercialization that occurred in Europe by 11th century led to the disintegration of the medieval feudal system and the decline of the religious supremacy. എന്താ മറ്റൊരു കാരണം? 11ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിലുണ്ടായിട്ടുള്ള ഈ വാണിജ്യവൽക്കരണത്തോടുകൂടി മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയുണ്ടായി. മതമേധാവിത്വത്തിൻ്റെ ശക്തി ഇല്ലാതാവാൻ തുടങ്ങി. അതായത് മതത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തിൽ ആ മതം നിഷ്കർഷിക്കുന്ന രീതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഡെവലപ്മെൻറ്റും നടക്കില്ല. ദിസ് ലെഡ് ടു ദ എമർജൻസ് ആൻഡ് ഡോമിനേഷൻ ഓഫ് ദ ന്യൂ വെൽത്തി ക്ലാസ്. ഇത് സമ്പന്നരായുള്ള ഒരു വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്കും ആധിപത്യത്തിനും സഹായിച്ചിട്ടുണ്ട്. ആസ് എ റിസൾട്ട് സെവറൽ വെൽത്തി ഫാമിലീസ് ഓൾസോ എമേർജ്ഡ് ഇൻ ഇറ്റലി. അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? ധാരാളം സമ്പന്നരായിട്ടുള്ള കുടുംബങ്ങൾ ഇറ്റലിയിൽ വളർന്നു വന്നു. ദേ ഡിമാൻഡഡ് ഷെയർ ഇൻ ദ പൊളിറ്റിക്കൽ പവർ.
അപ്പം നിലവിലുള്ള രാഷ്ട്രീയ അധികാരത്തിൽ അവർ പങ്ക് ആവശ്യപ്പെടാൻ തുടങ്ങി. ലെറ്റ് us examine some of these families and their respective cities. അത്തരത്തിലുള്ള ഫാമിലികൾ ഏതൊക്കെയായിരുന്നു നോക്കാം. അവർ ഏതൊക്കെ സിറ്റിയെ കേന്ദ്രീകരിച്ചാണ് വളർന്നു വന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് മെഡിച്ചിയാണ്. മെഡിസി എന്നാണ് എഴുതുക, മെഡിച്ചിയാണ്. ഫ്ലോറൻസ് എന്ന നഗരത്തെ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ഇറ്റാലിയൻ കുടുംബമായിരുന്നു അത്. നെക്സ്റ്റ് വരുന്നത് സ്ഫോർസ ആണ്. മിലാൻ എന്ന നഗരത്തെ കേന്ദ്രീകരിച്ച് വളർന്നു വന്നതാണ്. നെക്സ്റ്റ് ഫർണീസിയാണ്. പാമ നഗരത്തെ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ഒരു ഇറ്റാലിയൻ കുടുംബമാണ്. ഓർസിനി എന്നൊരു കുടുംബം നേപ്പിൾസ് നഗരത്തെ കേന്ദ്രീകരിച്ച് വളർന്നു വന്നു. വിസ്കോന്തി എന്ന് പറഞ്ഞൊരു കുടുംബം മിലാനിനെ കേന്ദ്രീകരിച്ച് വളർന്നു വന്നു. അപ്പോൾ മിലാനിൽ 2 കുടുംബങ്ങളുണ്ട്, സ്ഫോർസ ആൻഡ് വിസ്കോന്തി. ഇത്തരത്തിൽ വാണിജ്യ പുരോഗതിയോടുകൂടി ധാരാളം സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. ഇവരെല്ലാം തന്നെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പങ്ക് ആവശ്യപ്പെടാൻ തുടങ്ങി. The crusades that took place during the medieval period facilitated cultural exchange between the East and West. മധ്യകാലത്ത് നടന്ന കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിലേക്ക് വഴിതെളിച്ചു. ഇറ്റാലിയൻ സിറ്റീസ് ഗോട്ട് അക്വൈൻറ്റഡ് വിത്ത് ദ കൾച്ചേഴ്സ്, സിറ്റീസ് ആൻഡ് ലൈവ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഈസ്റ്റേൺ വേൾഡ്. അപ്പോൾ കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം ഇവയുമായിട്ട് ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലാവാൻ തുടങ്ങി. ദിസ് ആക്സിലറേറ്റഡ് ദ ഗ്രോത്ത് ഓഫ് ഇറ്റാലിയൻ സിറ്റീസ്. ഇത് ഇറ്റാലിയൻ സിറ്റീസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. ആസ് എ റിസൾട്ട് ഓഫ് ട്രേഡ് ലിങ്ക്സ് വിത്ത് ഇസ്ലാമിക് എംപയർ ആൻഡ് ബൈസാന്റിയൻ എംപയർ ഓർ ഈസ്റ്റേൺ റോമൻ എംപയർ, എനോർമസ് വെൽത്ത് ഫ്ലോഡ് ഇൻ ടു ദ ഇറ്റാലിയൻ സിറ്റീസ്. ഇസ്ലാമിക സാമ്രാജ്യം, ബൈസാന്റിയൻ സാമ്രാജ്യം എന്നിവയുമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിക്കുന്നതിനോടുകൂടി ധാരാളം സമ്പത്ത്, അതായത് ഇസ്ലാമിക സാമ്രാജ്യങ്ങളുമായിട്ട് ബൈസാന്റിയൻ സാമ്രാജ്യം അഥവാ കിഴക്കൻ റോമാ സാമ്രാജ്യം വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങളിലൂടെ ധാരാളം സമ്പത്ത് നേടുകയും ഇത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകുകയും ചെയ്തു. Over time, merchants in Italian cities gained monopoly in trade between the East and West in the Mediterranean. അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിൻ്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ കൈകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റം, കച്ചവടക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച, ഇതെല്ലാം തന്നെ നവോത്ഥാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ദ ബൂർബോണിക് പ്ലേഗ് വിച്ച് erupted in mid-14th century severely affected the Italian cities. 14ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബൂർബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ദിസ് കാറ്റാസ്ട്രോഫിക് ഇവന്റ് known as Black Death claimed the lives of thousands, resulting in a severe shortage in labor. അപ്പോൾ ഈ ഒരു ദുരിതത്തിൽ വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടു. ഇതോടുകൂടി എന്താ ഉണ്ടാവുക? തൊഴിലാളികളുടെ ലഭ്യത കുറയാൻ തുടങ്ങി. Consequently, this paved the way for the decline of medieval feudalism that was heavily reliant on the agricultural sector. അതായത് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥ പൂർണ്ണമായിട്ടും തകരാൻ തുടങ്ങി. Furthermore, it facilitated the emergence of a new commercial middle class. മാത്രമല്ല ഇത് എന്തിന് കാരണമായി? അവിടെ ഒരു കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. When traditional medicines failed to fight the plague, people began to explore the medical sciences of ancient Greece and Rome. അതായത് നിലവിലുണ്ടായിരുന്ന പാരമ്പര്യ മരുന്നുകളൊന്നും തന്നെ ഈ പ്ലേഗിനെ ചെറുക്കാൻ സഹായിക്കില്ല എന്ന്, അല്ലെങ്കിൽ പ്ലേഗിനെ ചെറുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനിറങ്ങി. മനസ്സിലാവുണ്ടോ? The terrors of the plague prompted human beings to
contemplate the fleeting nature of life, seek wellness, and focus on their own well-beings. അപ്പോൾ പ്ലേഗിൻ്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചും അനിശ്ചിതത്വത്തെക്കുറിച്ചും ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ദിസ് ഇൻട്രോസ്പെക്ഷൻ പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം. ഇത്തരത്തിലുള്ള ഒരു ഇൻട്രോസ്പെക്ഷനാണ് അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ചുള്ള അറിവാണ് മാനവികത എന്ന കൺസെപ്റ്റിലേക്ക് മനുഷ്യനെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം ആരോ ആണ് എന്തോ ആണെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഫ്യൂഡലിസം തകരുകയും പ്ലേഗ് എല്ലായിടത്തും പടരുകയും ചെയ്യുന്ന സമയത്ത് അവരെന്താ ചെയ്തത്? പാരമ്പര്യ ചികിത്സ ഒന്നും തന്നെ ഫലപ്രദമാവാത്ത സമയത്ത് ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു പ്ലേഗിൻ്റെ ഭീകരത വന്നതോടുകൂടി മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചും അനിശ്ചിതത്വത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാനും അവർ സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും ഒക്കെ അവരെ പ്രേരിപ്പിച്ചു. എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പം ബ്ലാക്ക് ഡെത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? എന്താണ് ബ്ലാക്ക് ഡെത്ത്? The Black Death is the epidemic that ravaged Europe between 1347 and 1351. അതായത് 1347 1351 ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന മഹാമാരിയാണ് നമ്മൾ എന്ത് പറയുക, ബ്ലാക്ക് ഡെത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ബോയിൽസ് അപ്പിയേർഡ് ഓൺ ദോസ് ഹു വർ അഫക്റ്റഡ് ബൈ ദ ഡിസീസ്. അതായത് രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ ദ ഡിസീസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. അതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തെ ബ്ലാക്ക് ഡെത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ദിസ് എപ്പിഡമിക് സ്പ്രെഡ് ത്രൂ ദ ഫ്ലെയർസ് ക്യാരിഡ് ബൈ റാറ്റ്സ് ദാറ്റ് റീച്ച്ഡ് യൂറോപ്യൻ പോർട്സ് വയ മെർച്ചന്റ് ഷിപ്സ്. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിലെ പ്ലേഗ് പടർന്നു പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലേഗ് ബാധിച്ച ആൾക്കാരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടു. ആ ഒരു പേരിൽ നിന്നാണ്, ആ കറുത്ത കുമിളകൾ എന്നുള്ള ആ രീതിയിൽ നിന്നാണ് ബ്ലാക്ക് ഡെത്ത് എന്നുള്ള പദം തന്നെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. 1347 1351 ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞിട്ടുള്ള പ്ലേഗ് എന്ന മഹാമാരിയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഡിസ്കസ് ദ ഇമ്പാക്ട് ബ്രോഡ് അബൌട്ട് ബൈ ഔട്ട്ബ്രേക്ക് ഓഫ് ദ പ്ലേഗ് ഇൻ 14th century ഇൻ വേരിയസ് ഫീൽഡ് ഇൻ യൂറോപ്പ്. അതായത് 14ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, മനുഷ്യൻ എന്ത് ചെയ്തു? പ്ലേഗിൻ്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചും അനിശ്ചിതത്വത്തെക്കുറിച്ചും ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ അവരെ പ്രേരിപ്പിച്ചു. ഇതാണ് മാനവികത എന്ന കൺസെപ്റ്റിലേക്ക് അവരെ എത്തിച്ചിട്ടുള്ളത്. അതായത് ദ പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി ഓഫ് ദ സിറ്റീസ് ഫോസ്റ്റേഡ് സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് പീപ്പിൾ. പിന്നെന്താ അതിൻ്റെ മറ്റൊരു മാറ്റം എന്താണ്? നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം എന്നിവയെല്ലാം തന്നെ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്താൻ കാരണമായിട്ടുണ്ട്. റിവൈവ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ഗവേണൻസ് ദാറ്റ് ഹാഡ് ഫ്ലറിഷ്ഡ് ഇൻ ദ ആൻഷ്യന്റ് റോമൻ എംപയർ ബിഗാൻ ടു സ്പ്രെഡ് ത്രൂ ഇറ്റലി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പടരാൻ തുടങ്ങി. എ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ വെൽ വേഴ്സ്ഡ് ഇൻ ആൻഷ്യന്റ് റോമൻ ലോ ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ് ടേൺ ദർ അറ്റൻഷൻ ടു കൊമേഴ്ഷ്യൽ പെർസ്യൂട്ട്സ്. ഇപ്പോൾ പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷകളിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. This is in turn sparked a renewed interest in classical languages, literature, institutions and antiquity. അതായത് ഇതിൻ്റെ ഫലമായിട്ട് പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത ഇവയിലൊക്കെ തന്നെ ഇവർക്ക് താല്പര്യമുണ്ടായി. അതായത് സാഹിത്യ അവബോധമുള്ള ഒരു വിഭാഗം വ്യാപാരികളുണ്ടായിരുന്നു. ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടുത്തെ ക്ലാസിക്കൽ ലാംഗ്വേജസ്, അതായത് അവിടുത്തെ ഭാഷകൾ, പ്രാചീന ഭാഷകൾ,
സാഹിത്യങ്ങൾ, സ്ഥാപനങ്ങൾ, പൗരാണികത ഇവയെക്കുറിച്ചൊക്കെ അവർ പഠിക്കാൻ തുടങ്ങി. ഈച്ച് സിറ്റി ആസ്പയർഡ് ടു ബിക്കം എ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളായിട്ട് മാറാൻ തുടങ്ങി. അണ്ടർ ദ പാട്രണേജ് ഓഫ് റൂളേഴ്സ് ആൻഡ് ക്ലർജി, പീപ്പിൾ സോർട്ട് ഔട്ട്, കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ദ remnants of ancient Rome, including paintings, manuscript and architectural remains. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. The rulers realized that rather than wagging was commissioning grand buildings and fostering art and literature would be a better way to leave a lasting legacy in the minds of the people. അപ്പോൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരരാക്കി മാറ്റുമെന്ന് ആർക്കും മനസ്സിലായി. രാജാക്കന്മാർക്കും മനസ്സിലായി, അല്ലെങ്കിൽ ഭരണാധികാരികൾക്കും മനസ്സിലായി. അപ്പം അതോടുകൂടി ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇത്തരം കലയെയും വാസ്തുശില്പത്തെയും സാഹിത്യത്തെയും ഒക്കെ രാജാക്കന്മാർ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. സാഹിത്യ മേഖലയിൽ പുരോഗതി ഉണ്ടായുള്ള ഗുണം എന്താണ്? പ്രാദേശിക ഭാഷകളിലെ രചനകളും എഴുത്തുകളും ഒക്കെ വരുന്നതോടുകൂടി സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. Wealthy patrons beautified their parish churches and actively promoted the construction of monasteries and nunneries as well as cathedrals. സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ മോടി പിടിപ്പിക്കുകയും സന്യാസിനി മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതായത് സമ്പന്നരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഇടവകളിലെ ദേവാലയങ്ങൾ, പാരിഷ് ഹാളുകൾ എന്ത് ചെയ്തു? പരിഷ്കരിച്ചു. സന്യാസി മഠങ്ങളും സന്യാസിനി മഠങ്ങളും കത്തീഡ്രലുകളും ഒക്കെ നിർമ്മിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. The Italian cities such as Florence, Milan, Rome and Venice, patronage of arts was considered as civic responsibility. ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ പൗരധർമ്മമായിട്ട്, സിവിക് റെസ്പോൺസിബിലിറ്റി ആയിട്ട്, അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. In 1453, the Ottoman Turks conquered Constantinople, the capital of Eastern Roman Empire. അതായത് പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ ആര് പിടിച്ചെടുത്തു? തുർക്കികൾ പിടിച്ചെടുത്തു. This city was a center of many scholars who possessed manuscripts of ancient Greco-Roman literary works. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അതായത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കിയതിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന ധാരാളം പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമായിരുന്നു ഏത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞാൽ. ഈ ഒരു പ്രദേശം in the aftermath of Turkish conquest, these scholars migrated to Italian cities, bringing their manuscript with them. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, അതായത് ഈ പ്രദേശം കീഴടക്കിയതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ഈ സ്കോളേഴ്സ്, അതായത് പണ്ഡിതന്മാരെല്ലാം തന്നെ തൊട്ടടുത്ത പ്രദേശമായുള്ള ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി. അവിടെ കൈവശം എന്തുണ്ട്? അവർ ഈ കയ്യെഴുത്ത് പ്രതികളുണ്ട്, അതായത് പഴയ കാലത്തെ സാഹിത്യകൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ ഇവിടെയൊക്കെ കയ്യിലുണ്ട്. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? റിസർച്ച് ആൻഡ് സ്റ്റഡീസ് പ്രീവിയസ്ലി കൺഫൈൻഡ് ടു യൂണിവേഴ്സിറ്റീസ് ഡ്യൂറിങ് ദ മിഡിൽ ഏജസ് ബിഗാൻ ടു സ്പ്രെഡ് ടു ലൈബ്രറീസ്. അപ്പോൾ മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അന്വേഷണങ്ങളും പഠനങ്ങളും
എന്ത് ചെയ്യാൻ തുടങ്ങി? ലൈബ്രറികളിലേക്ക്, സാധാരണക്കാരൻ്റെ പബ്ലിക് ലൈബ്രറികളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. The convergence of wealth and political freedom created a fertile ground for artistic innovation and cultural experimentation. നമ്മൾ പറഞ്ഞു വ്യാപാരികൾ, സമ്പന്നരായ ഒരു കൂട്ടം വ്യാപാരികൾ ഉണ്ടായെന്ന് പറഞ്ഞു അല്ലേ? സമ്പത്തിൻ്റെ വർധനവും രാഷ്ട്രീയപരമായ സ്വാതന്ത്ര്യവും എന്തുണ്ടാക്കി? കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിതെളിച്ചു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്കോളേഴ്സിൻ്റെ സാന്നിധ്യം. ഇതോടുകൂടി ഇറ്റലി ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. Consequently, novel ideas began to emerge in the cultural and intellectual spheres. ഇതോടുകൂടി സാംസ്കാരിക വൈജ്ഞാനിക മേഖലകളിൽ പുതിയ ആശയങ്ങൾ വളർന്നു വരാൻ തുടങ്ങി. പഴയ കാലത്തെ ഒരു ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതിയുടെ ചിത്രമാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഓക്കെ, ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്. ഇവിടെ നമ്മൾ ഇറ്റലിയുടെ ജിയോഗ്രാഫിക് ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു മാപ്പ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കിതിൽ നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഇതിൽ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ സ്ഥാനം നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് വേഗം മനസ്സിലാവും. വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ നടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാതയായിരുന്നു ഏത്? ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറഞ്ഞത്. ഈ ഒരു പ്രദേശമാണ് തുർക്കികൾ പിടിച്ചെടുക്കിയെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, assess the impact of consequence of Constantinople by the Turks on the intellectual landscape of Italy. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നതിനെക്കുറിച്ച് അസസ് ചെയ്യുക, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയോടുകൂടി ആ പ്രദേശത്തുണ്ടായിരുന്ന നിരവധി സ്കോളേഴ്സ് എന്ത് ചെയ്തു? തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള എങ്ങോട്ട് കുടിയേറി പാർത്തു? ഇറ്റലിയിലേക്ക് കുടിയേറി പാർത്തു. ഈ പോകുന്ന സമയത്ത് എന്തുണ്ട്? ഇവിടെ കൈവശം എന്തുണ്ട്? അവിടെ നിന്നുള്ള ഈ കയ്യെഴുത്ത് പ്രതികളുണ്ട്. അങ്ങനെ വെറും സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇത്തരം കയ്യെഴുത്ത് പ്രതികൾ ആർക്ക് കിട്ടാൻ തുടങ്ങി? ഈ സ്കോളേഴ്സിന് സാധാരണക്കാരിലേക്ക് എത്താൻ തുടങ്ങി. മാത്രമല്ല, സാമ്പത്തികമായ പുരോഗതിയും രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൂടി ലഭിച്ചതോടുകൂടി കലാപരമായ പുരോഗതി ഉണ്ടായി, സാംസ്കാരിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇത്തരത്തിൽ ഇറ്റലി റിനൈസൻസിന് സാക്ഷ്യം വഹിക്കാനും തുടങ്ങി. ഇതാണ് ടർക്സിൻ്റെ ഇൻവേഷനിലൂടെ 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതിന് റിനൈസൻസിലേക്ക് എത്തിക്കാനുള്ള. ഇനി നമുക്ക് ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദ സെൻറ്റർ എന്നുള്ള ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. അവിടെ നമുക്ക് അരിസ്റ്റോട്ടലിനെ കുറിച്ചും ഒക്കെ പറയാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. ഓക്കെ, താങ്ക് യു.